ഇന്ത്യൻ വ്യോമസേന ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്നതാണ് തേജസ് പോർവിമാനങ്ങൾ. അത് ആദ്യത്തെ ഒരു ഏതാണ്ട് 2 സ്ക്വാഡ്രൺ വിമാനങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വ്യോമസേനയുടെ കൈവശം ഇപ്പോഴുണ്ട്. അതിൻ്റെ എൻജിൻ അമേരിക്കയിൽ നിന്ന് കിട്ടാൻ വൈകിയതാണ് ഈ വിമാനങ്ങൾ വ്യോമസേനയിലേക്ക് വരാൻ വൈകിയതിന് കാരണം. ഇപ്പോഴിതാ തേജസ് മാർക്ക് 1A പുതിയ തലമുറ യുദ്ധവിമാനങ്ങളാണ്. അത് ഈ മാസം തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ തേജസ് മാർക്ക് 1Aയുടെ സവിശേഷത? തേജസ് മാർക്ക് 1A നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 10 വർഷത്തോളം നമ്മൾ പിറകിൽ നിൽക്കുകയാണ്. ഈ 10 വർഷം നമ്മൾ ഡിലേ ആയത് അദ്ദേഹം പറഞ്ഞ മാതിരി ഈ നമ്മുടെ എൻജിൻ വേണ്ടിയിട്ട് GE കമ്പനിക്കാർ വെച്ച് താമസിപ്പിച്ചതാണ്. അതേസമയം തന്നെ നമ്മൾ സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയായിട്ട് ഇപ്പം നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ 98 പൊക്രാൻ 2 സ്ഫോടനം നടത്തിയപ്പോഴത്തേക്ക് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താത്ത 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും. അപ്പോഴെന്നെ നമുക്ക് ശരിക്കും നമ്മളൊരു ടേണിംഗ് പോയിൻ്റാണ്. ആ സമയത്ത് തന്നെ നമ്മൾ അമേരിക്കയുടെ ആ ഒരു ഡിപ്പെൻഡൻസി അവർ ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. അതോടെ നമ്മൾ അപ്പോഴും തൊട്ടാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മളിൽ ഫ്രാൻസിൻ്റെ വെപ്പൺസൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മളത് കൂടുതൽ അവരെ ഡിപ്പെൻഡ് ചെയ്തില്ലായിരുന്നു. ഈ GE കമ്പനിയായിട്ടാണ് നമ്മളൊരു ടൈപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഷർ കാരണം മാത്രമല്ല അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് ഇപ്പം F-35 തന്നെ നമുക്ക് തന്നിട്ട് നമുക്ക് വേണ്ട എന്ന് പറയാൻ കാരണം അവരുടെ അടിമ രാജ്യങ്ങൾ, സഖ്യ രാജ്യങ്ങളെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അടിമ രാജ്യങ്ങളാണ് വേണ്ടത്. ഈ അടിമത്തത്തിന് ഇന്ത്യക്ക് നമ്മുടെ രക്തം അതിന് പറ്റിയതല്ല. അതുകൊണ്ട് നമ്മൾ അന്നുതൊട്ട് തന്നെ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടു. അതായത് ലോകത്തെ പ്രധാനപ്പെട്ട എൻജിൻ മാനുഫാക്ചറുകളിൽ ഒരാളാണ് ഈ സഫ്രാൻ. അപ്പം സഫ്രാനുമായിട്ട് തന്നെ നമ്മൾ അന്നുതൊട്ടേയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ഫൈനലായി. സഫ്രാനുമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ക്രിസ്റ്റൽ ബ്ലേഡ് ഉൾപ്പെടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ബ്ലേഡ്, വിമാനത്തിന്റെ സ്പെയർ പാർട്സ്, വിമാനത്തിന്റെ എഞ്ചിന്റെ സഫ്രാൻ എഞ്ചിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഈ ക്രിസ്റ്റൽ ബ്ലേഡ് എന്ന് പറയുന്ന പോർഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതേ നമ്മൾ വാങ്ങിക്കുള്ളൂ. അതായത് 80% ഇന്ത്യൻ കണ്ടന്റ് അതിനകത്ത് വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ എച്ച് ഐയിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒരു വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് വന്നു കഴിഞ്ഞു. കാര്യം ഇതിൻ്റെയൊക്കെ കുത്തക ബോയിങ് റോൾ റോയ്സ് കുറച്ചുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് കമ്പനികളിലായിരുന്നു. അവിടുന്ന് അത് മാറ്റി. കാര്യം ഫ്രാൻസിനും അമേരിക്കയോടുള്ള ആ ഒരു പഴയ പ്രതിപത്തി ഇപ്പോഴില്ല. അപ്പോൾ അവർക്കും ഒരു നല്ല അലൈ വേണം. അപ്പോൾ നമുക്ക് സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഈവൻ ചൈനയേക്കാൾ കൂടുതൽ നമുക്ക് അടുപ്പം ഫ്രാൻസുമായിട്ടാണ്. തീർച്ചയായിട്ടും ചൈന നമ്മുടെ ഒന്നാന്തരം എനിമിയാണ്. കാര്യം ചൈന ഇന്ത്യയായിട്ട് മാത്രമല്ല, അവർ ലോകത്ത് 60ഓളം രാജ്യങ്ങളുമായിട്ട് അതിർത്തി തർക്കവും സംഘർഷവും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയായിട്ട് പോലും. നമുക്ക് 1-2 അയൽവാസികളെ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ടിക്കാനുള്ള. അവർക്ക് ലോകത്ത് 60ഓളം രാജ്യങ്ങളുമായിട്ട് അവർക്ക് അതിർത്തി സംഘർഷങ്ങളാണ് ഇന്നും. അപ്പം അവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തൊരിക്കലും ബുദ്ധന്റെ രാജ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ലോകത്തൊരിക്കലും സമാധാനം ഉണ്ടാക്കാത്ത ഒരു രാജ്യം. അതുകൊണ്ട് നമ്മുടെ അഹിംസയെ അംഗീകരിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഈ തേജസ് മാർക്ക് 1A നേരത്തെ ആദ്യത്തെ മാർക്ക് 1 നമ്മൾ ജിയുടെ 404 വെർഷൻ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാർക്ക് 1Aക്ക് ജിയുടെ 414 വെർഷൻ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇത് തന്നെ നമ്മൾ തേജസ് മാർക്ക് 2നും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ സഫ്രാനുമായിട്ട് നമ്മൾ ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന സഫ്രാനുമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ തേജസിൽ സഫ്രാന്റെ എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇനി അവർ പണി മുടക്കിയാലും അവരിനി സാങ്ഷൻസ് വന്നു കഴിഞ്ഞാലും നമുക്കൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അങ്ങനെ ഒരു ബലമുണ്ട്. ഇവരില്ലെങ്കിൽ അവരുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട്. കാര്യം നമ്മൾ അമേരിക്കയുടെ ജിയുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ LC എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ വന്നത്. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വന്നത് അമേരിക്കയുടെ GE കമ്പനി. ഭാരം കുറഞ്ഞ അതെ
വിമാനങ്ങൾ. പക്ഷേ അമേരിക്കയുടെ ആ 98-ലെ ടിൽറ്റ് കാരണം നമുക്കുണ്ടായ ഡിലേയും നമുക്ക് MiG-21 നമ്മൾ ഫേസ് ഔട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കും നമ്മളിലായി. 2023 ശരിക്കും പറഞ്ഞാൽ അത് ഫേസ് ഔട്ട് ചെയ്തു. 60 വർഷം കഴിഞ്ഞ് 1963 നമ്മൾ ഇൻഡക്ട് ചെയ്ത് 2023 ആയപ്പോഴത്തേക്ക് 60 വർഷമായി. അപ്പോൾ നമ്മളെ പരമാവധി ലൈഫും കഴിഞ്ഞു, എക്സ്റ്റൻഡഡ് ലൈഫും കഴിഞ്ഞു, മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളത് ഉള്ള ലൈഫും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 23 തൊട്ട് നമ്മൾ 25 വരെ 2 വർഷം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒഴിവാക്കാനുള്ള നമ്മൾ വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കൺസേണാണ്. കാര്യം നമ്മളെ വീക്ക് പോയിന്റ് നോക്കിയിട്ടാണ് ശത്രു നമ്മളെ മർമ്മത്തടിക്കുന്നത്. ഇപ്പം മറ്റ് സമയങ്ങൾ കഴിഞ്ഞ യുദ്ധങ്ങളെക്കാളും ഈ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യകാലങ്ങളിൽ എയർഫോഴ്സിൻ്റെ റോള് ആർമിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. 71 വാർ കഴിഞ്ഞതോടെ പിന്നെ പ്രത്യേകിച്ചും കാർഗിൽ യുദ്ധത്തോടെ എയർഫോഴ്സിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി വന്നു കഴിഞ്ഞു. അതായത് എയർഫോഴ്സ് ഒരു തനതായ ഒരു സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. നേരത്തെ സപ്പോർട്ടും സർവീസും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അവർക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തെ ആക്രമിക്കാം. കാര്യം അവർക്ക് ആർമിക്ക് ചെന്നെത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ചെന്നെത്താൻ പറ്റത്തുള്ളൂ. കാര്യം വ്യോമസേന കാര്യം ഇവരുടെ ഉദ്ദേശിക്കുന്ന പല സ്ഥലങ്ങളും ആർമി മൂവ്മെന്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് എയർ സ്ട്രൈക്ക് വഴിയേ ചെയ്യാൻ പറ്റും. കാര്യം അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള F-16 40 വർഷത്തിന് മുമ്പേ തന്നെ അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളെ പഴയ പ്രീമിയർ പത്മിനി കാറും BMW ആയിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അത്രയും അഡ്വാൻസ്ഡ് അവർ പോയി കഴിഞ്ഞു. നമ്മൾ എന്നാലും പിന്നെ ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാമെന്നുള്ളത്, ലോകത്തിലെ ഇസ്രായേലി പൈലറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലൈയിങ് അവേഴ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇസ്രായേൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ പൈലറ്റ്. അത് അമേരിക്കയ്ക്ക് പോലും ഇല്ല, ആർക്കും ഇല്ല. ആ ഒരൊറ്റ ബലത്തിലാണ് നമ്മൾ ഈ എയർഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഇന്ത്യ കൊണ്ടുപോകുന്നത്. വെപ്പണിൻ്റെ ബലത്തിലല്ല, ഈ പൈലറ്റുമാരുടെ ബലവും പിന്നെ നമ്മുടെ മൊറയിലും ഭയങ്കരമായിട്ട് നമ്മുടെ മൊറയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ വന്നു. അപ്പോൾ എയർഫോഴ്സിൻ്റെ ഒരുപാട് ടെക്നോളജിയും സപ്പോർട്ടും എല്ലാം നേവിക്കും വേണ്ടി വന്നു. അപ്പം നേവിയുടെയും അടുത്ത മൂന്നാമത്തെ വിമാനവാഹിനി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം എയർഫോഴ്സ് നേവിയുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ നമ്മൾ മെയിൻ്റനൻസും ബാക്കി സപ്പോർട്ടും എല്ലാം എയർഫോഴ്സും കൂടെ നോക്കണം. നേവി കംപ്ലീറ്റ് നോക്കുന്നില്ല. നേവി അവരുടെ വിമാനങ്ങൾ പൈലറ്റ് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് ബോണാണ്. എയർഫോഴ്സാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പം അതിൽ വന്ന വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ എക്യുപ്മെൻറ്റ്സ്, ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ് റെഡിയായിട്ട് കിട്ടിയേ പറ്റുള്ളൂ. ഈയിടയ്ക്ക് സാധാരണ ചെയ്യാത്തതാണ്, എന്നാൽ പോലും എയർ ചീഫ് മാർഷൽ വളരെ പരസ്യമായിട്ട് അതൃപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ വെപ്പൺസ്, പുതിയ വിമാനങ്ങൾ നമുക്ക് കിട്ടാൻ ലേറ്റാവുന്നതിൽ പുള്ളിക്കാർ ഒരുപാട് നിരാശ കാണിച്ചാണ്. കാര്യം നമ്മുടെ പൈലറ്റിൻ്റെ ലൈഫ് നമ്മൾ കളയുന്നത് ഇത്തരം നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ആൾട്ടർനേറ്റീവ്സ് എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ 2 വിമാനങ്ങൾ, 2 തേജസ് Mark 1A ഈ മാസം തന്നെ, അതായത് MiG-21 ഫേസ് ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഇൻഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹം കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്, RK സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ഡിഫൻസ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, ഇന്ത്യയുമായിട്ടുള്ള താരിഫും മറ്റുമൊന്നും നമ്മുടെ ഷെഡ്യൂൾസിനെയോ നമ്മുടെ കാര്യങ്ങളെ ഒന്നും ബാധിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ആശങ്കകൾ ആരും വച്ച് പുലർത്തണ്ടെന്നുള്ളത്. കാര്യം താരിഫ് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കാണ് വരുന്നത്. ഇറക്കുമതി ചെയ്യുന്നതിന് അവർക്ക് പ്രശ്നം. അതിന് താരിഫ് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലോ. അത് നമ്മളാണ് താരിഫ്. അത് ഡിഫൻസിനകത്ത് താരിഫ് വരുന്നില്ലല്ലോ. ഒന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഡിലേസും അമേരിക്കയുടെ ഇപ്പം നിലവിൽ അമേരിക്കയ്ക്ക് ഇപ്പം തേജസ് യുദ്ധവിമാനം വെച്ച് വൈകിച്ചതുപോലെ അമേരിക്കൻ ഗവൺമെന്റ് ഇടപെടൽ കൊണ്ടാണ് അവരത് വൈകിപ്പിച്ചത്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കുമോ? അല്ല, ഇനിയിപ്പോ അമേരിക്കയുടെ കമ്പനി ബാക്കൗട്ട് ആവുകയാണെങ്കിൽ തന്നെയും ഇന്ത്യ ആൾട്ടർനേറ്റ്സ് നോക്കിയിട്ട് തന്നെയാണ് അവർ പരിപാടിയായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ Su-57 നമ്മൾ പോകുന്നുണ്ട്. അതിനും വേണ്ടിയിട്ടുള്ള എൻജിൻസ് എല്ലാം നമ്മൾ എൻജിൻ ടെക്നോളജി ഉൾപ്പെടെയാണ്. കാര്യം ഇതുവരെ എൻജിൻ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്ക് സഫർ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത കാവേരി എൻജിൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു GTRE ഡെവലപ്പ് ചെയ്തതാണ് കാവേരി എൻജിൻ. അത് ഇതുവരെ നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല. പരീക്ഷിച്ചത് എല്ലാം ഫെയിലിയർ ആയിപ്പോയി. നമ്മൾ അതിൻ്റെ ആഫ്റ്റർ ബേണറും മറ്റുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഫോറിൻ ടെക്നോളജി വില കൊടുത്ത് വാങ്ങിക്കാൻ തന്നെയാണ്
നമ്മുടെ തീരുമാനം. അത് നമ്മുടെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് ഫണ്ടിന് യാതൊരു പിശുക്കും കാണിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇവിടെ നമ്മൾ പിശുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി, സൈനികരുടെ ജീവിതമൊക്കെ ഇതിലാണ്. വലിയ വെല്ലുവിളിയാണ്. അപ്പം നമ്മളിനി ഒന്നിനും ഒരു ചാൻസും കൊടുക്കാത്ത രാജ്നാഥ് സിംഗിനെ പോലുള്ള ഒരു രക്ഷാമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഒന്നിനും ഒരു ചാൻസും കൊടുക്കുന്നില്ല. പഴുതടച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. DRDOക്ക് പുള്ളിക്കാരൻ ഫുൾ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിച്ചോ, പക്ഷേ നമ്മുടെ സൈന്യം മൊത്തം ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ആ ഒരു ഓപ്പറേഷണൽ റെഡിനെസ്സിനെ ബാധിക്കുന്ന എയർഫോഴ്സിനെ മാത്രമല്ല, അത് നേവിയും ബാധിക്കുന്നുണ്ട്, ആർമിയും ബാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് തേജസ് മാർക്ക് 1A വരുന്നതോടുകൂടി നമ്മുടെ വ്യോമസേന വർദ്ധിത വീര്യം വരും. ശത്രുവിന് മേൽ അടുത്ത് വരുന്നത് മാർക്ക് 2A വരുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീഡിയം വെയിറ്റ് ഉള്ളതാണ്. അത് കൂടുതൽ ഫ്യൂൽ അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. കൂടുതൽ ഓപ്പറേഷൻസ് ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം ഇസ്രായേലിൽ നിന്ന് ഖത്തർ വന്ന് അടിച്ചിട്ട് പോയ രീതിയുണ്ട്. അവർക്ക് കൂടുതൽ ഫ്യൂലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് പറ്റിയത്. അതേപോലെ ലോങ് റേഞ്ച് ഓപ്പറേഷൻസ് വേണമെങ്കിൽ പോലും തയ്യാറായിട്ടുള്ള ഒരു വിമാനമാണ് മാർക്ക് 2 വരുന്നത്. അപ്പം നമ്മളെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. പുതിയ അതിഥികൾ വരുന്നു. സന്തോഷം. കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് ഇവരൊക്കെ വരട്ടെ. അതെ, വർദ്ധിത വീര്യത്തോടു കൂടി നമ്മുടെ വ്യോമസേനയ്ക്ക് ശത്രുവിന് മേൽ പ്രകടനമേൽപ്പിക്കാനും ആകാശത്തെ ചക്രവർത്തിയായി വാഴാനും നമുക്ക് കഴിയട്ടെ. അതെ, ഇപ്പോൾ നമ്മളെന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ലോകത്ത് എല്ലാവരും റിക്രൂട്ട് ചെയ്യുന്ന ഒരു സൈന്യമായിട്ട് മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.